പലർക്കും ഉള്ള പ്രശ്നമാണ് ഈ കണ്ണിലുള്ള ഡ്രൈ ഐസ്. അതിപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കുഞ്ഞു കുട്ടികളിൽ കാണാറുണ്ട്. പിന്നെ ഈ ടെക്കീസായിട്ടുള്ള കൂടുതൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കണ്ടുവരാറുണ്ട്. ഫോൺ, ടി വി, കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളുടെ അമിത ഉപയോഗം ഇങ്ങനെ ഡ്രൈ ഐസിന് കാരണമാവാറുണ്ട്. കാരണം നമ്മൾ ഈ ഐസിൽ ലൂബ്രിക്കേഷൻ വരുന്നത് അല്ലെങ്കിൽ കണ്ണുനീര് വരുന്നത് കണ്ണുനീർ ഗ്രന്ഥികളിലൂടെയാണ്. ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ട് നമ്മുടെ കണ്ണിൻ്റെ 2 വശങ്ങളിലുള്ള ആ കോർണേഴ്സിലാണ് ഈ ലാക്രിമൽ ഗ്ലാൻസ് ഉള്ളത്. ആ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആണ് കണ്ണുനീര്. ആ കണ്ണുനീരാണ് നമുക്ക് ഒരു ലൂബ്രിക്കൻ്റ് തരുന്നത്, ഒരു ഫ്രിക്ഷൻ ഒഴിവാക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൺപോളകൾ തമ്മിൽ അടയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും. അതില്ലാതിരിക്കാനാണ് നമുക്ക് ഈ ലാക്രിമേഷൻ. അങ്ങനെ ഇത് കുറയുന്നത് കൊണ്ടാണ് ഡ്രൈ ഐസ് ഉണ്ടാവുന്നത്. കുറയാനുള്ള കാരണങ്ങൾ ഒരുപാടാണ്. അതിൽ പ്രധാനമായിട്ടുള്ള കാരണങ്ങളും ഇപ്പോൾ ഏറി വരുന്ന ഒരു കാരണമാണ് ഈ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ഉപയോഗം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇത് കുറയ്ക്കാനായിട്ട്? കൂടുതലായിട്ടും വെള്ളം ധാരാളം കുടിക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ഹൈഡ്രേഷൻ വർദ്ധിപ്പിക്കും. പിന്നെ വിറ്റാമിൻ എ കൂടുതൽ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ്, ഇലക്കറികൾ പോലുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കാം. കുഞ്ഞു മത്സ്യങ്ങൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന കുഞ്ഞു മീനുകൾ, ഈ മത്തി, ചാള അങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവനവൻ്റെ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ചുവന്ന കളറും അല്ലെങ്കിൽ ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള പെയിന്, അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ കട്ടിയായ മ്യൂക്കസൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിദഗ്ധനെ കണ്ട്, ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാത്ത രീതിയിലുള്ള വേറെ അധികം സിംറ്റംസ് ഒന്നുമില്ല, കണ്ണെപ്പോഴും ഒരു ഡ്രൈ ആവണ ഒരു ഫീൽ പോലെ, ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണെങ്കിലാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ണ് വാഷ് ചെയ്യാം. നല്ല രീതിക്ക് വല്ലാണ്ട് ശക്തമായിട്ട് കണ്ണിലേക്ക് വെള്ളം അടിച്ച് കഴുകരുത്, മൈൽഡായ രീതിയിൽ കണ്ണ് കഴുകാം. പിന്നെ നോർമൽ സലൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ മുറിവൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന നോർമൽ സലൈൻ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. ഈ നോർമൽ സലൈൻ നമുക്ക് പഞ്ഞിയിൽ മുക്കിയിട്ട് അത് കണ്ണടച്ചതിന് ശേഷം കണ്ണിൻ്റെ മുകൾ വശത്ത് 2 കണ്ണുകളിലും വെച്ച് റിലാക്സ് ചെയ്ത് കിടക്കാൻ പറ്റും. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒക്കെ ചെയ്താൽ നല്ല ഉറക്കവും കിട്ടും, കണ്ണിന് നല്ല കുളിർമയും കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് അടയ്ക്കുക, ബ്ലിങ്ക് ചെയ്യുക. കുറേ സമയം നമ്മളിങ്ങനെ ടി വി അല്ലെങ്കിൽ മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മറന്നു പോകും കണ്ണടയ്ക്കാനായിട്ട്. കണ്ണിടയ്ക്കിടയ്ക്ക് അടയ്ക്കണം. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ വർത്തമാനം പറയുമ്പോൾ ഒരുപാട് സമയം അവർ കണ്ണടച്ച് തുറക്കും. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ വലുതാകുന്നതിനനുസരിച്ച് നമ്മളും അതൊക്കെ മറന്നുപോയി. അപ്പോൾ കണ്ണുകൾ റിപ്പീറ്റായിട്ട് അങ്ങനെ അടച്ച് തുറക്കുക. ശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ 2 തള്ളവിരലെടുക്കുക. ഈ 2 തള്ളവിരലും നഖം ഉണ്ടാവരുത്. നഖമില്ലാത്ത ഈ ഒരു സോഫ്റ്റ് ഭാഗം നമുക്ക് ഈ കോർണറിൽ, 2 കണ്ണിന് ഈ കോർണറിൽ വെച്ചിട്ട് ജെൻറ്റിലായിട്ട്, വല്ലാതെ പ്രഷർ ചെയ്യരുത്, ജെൻറ്റിലായിട്ട് കണ്ണടച്ചുകൊണ്ട് നമുക്ക് പ്രസ് ചെയ്യാം. 1 2 3 4 5 6 7 8 ഇങ്ങനെ ഒരു 15 ടൈംസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രെച്ചിൽ ചെയ്യാം. ജസ്റ്റ് കുറച്ചൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ പുരികം കൂടി, നമ്മുടെ ഈ പുരികം ആരംഭിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് തള്ളവിരലോ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗറോ ഉപയോഗിക്കാം. നഖം ഉപയോഗിക്കരുത്. ഈ ഒരു സോഫ്റ്റ് ഭാഗം ഉപയോഗിച്ച് വീണ്ടും 1 2 3 4 5 6 എന്ന് 15 ടൈംസ് ചെയ്യാം. അതേപോലെ പുരികം എൻഡ് ചെയ്യുന്ന ഈ വശം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് 1 2 3 4 5 പറഞ്ഞിട്ട് 15 ടൈംസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു 15 ടൈംസ് ചെയ്യുന്നത് ഒരു സ്ട്രെച്ച്, അങ്ങനെ ഒരു 3 സ്ട്രെച്ച് ഒറ്റ ടൈമിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഓരോ സ്ഥലത്തും 3 സ്ട്രെച്ച് ചെയ്യാം. ഇത് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയിലോ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് എടുത്തത് ചെയ്യാം. അങ്ങനെ ബ്രേക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ
ആദ്യം ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യും, പിന്നീട് ദിവസം ഒരു 2-3 തവണ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് ശരിക്കും കുറയും. ഭയങ്കര റിലാക്സേഷനും ഫീൽ ചെയ്യും. ഈ ഒത്തിരി ടി വി മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന തലവേദനയും തലയുടെ ആ ഒരു ഹെവിനെസ്സും ഒക്കെ കുറഞ്ഞു കിട്ടും. താങ്ക് യു.